മുക്കം മാമ്പറ്റയിൽ ലോഡ്ജ് ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പിടിയിലായ ലോഡ്ജ് ഉടമ ദേവദാസിനെ മുക്കത്തെത്തിച്ചു. കുന്നംകുളത്ത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് ദേവദാസ് പിടിയിലായത്. മറ്റ് 2 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ കുടുംബം വളരെ ഗുരുതരമായ ആരോപണങ്ങൾ പോലീസിനെതിരെ ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ദേവദാസിനെ കസ്റ്റഡിയിലെടുത്ത വിവരങ്ങൾ വരുന്നത്. ഈ യുവതിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇയാൾ 2 ദിവസമായി ഒളിവിലായിരുന്നോ, അതോ പോലീസിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടായിരുന്നോ? ശ്രീജ, പീഡന ശ്രമം നടന്നതിന് പിന്നാലെയാണ് യുവതി കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടുകയും ഗുരുതരാവസ്ഥയിൽ ആശുപത്രി പ്രവേശിക്കുകയും ചെയ്ത് ഇതിനുശേഷം KMCT മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അവിടെ വെച്ച് തന്നെ ഈ യുവതി മൊഴി നൽകി തന്നെ ഇത്തരത്തിൽ ഈ ദേവദാസും 2 ജീവനക്കാരും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും താൻ കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടുകയുമായിരുന്നുവെന്ന്. ഇതേ തുടർന്ന് അപ്പോൾ തന്നെ അപകടം തിരിച്ചറിയുകയും ഈ 3 പ്രതികളും അവിടെ നിന്നും ഈ യുവതിയെ ആശുപത്രിയിൽ തനിച്ചാക്കിയ ശേഷം രക്ഷപ്പെടുകയുമായിരുന്നു. പിന്നീടാണ് ആരോഗ്യ നില മോശമായതിനാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയും അവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്തായാലും 3 ദിവസം പിന്നിടുമ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെയാണ് ആ കുട്ടിയുള്ളത്. യുവതിയുടെ നട്ടലിനൊക്കെ കാര്യമായ പരിക്കുകളുമുണ്ട്. എന്നാൽ അത് അർഹിക്കുന്ന ഒരു ഗൌരവത്തോടുള്ളൊരു കേസായി പരിഗണിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കൃത്യമായ മൊഴി ആദ്യ ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ നൽകിയതാണ്. ഇത്തരമൊരു പീഡന ശ്രമം ഉണ്ടായപ്പോൾ പ്രാണരക്ഷാർത്ഥം താൻ കെട്ടിടത്തിന് മുന്നിൽ നിന്നും താഴേക്ക് ചാടിയതാണ് എന്ന്. പക്ഷേ പോലീസ് FIR അത് ബാൽക്കണിയിൽ നിന്നും വീണു എന്ന രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് കുടുംബം പറയുന്നത്. പിന്നീട് 2 വട്ടം പോലീസ് ഉദ്യോഗസ്ഥർ എത്തി മൊഴി നൽകിയപ്പോഴും അവരോടും പറഞ്ഞത് ഇത്തരത്തിൽ ഈ പീഡന ശ്രമത്തിനിടെ താഴേക്ക് ചാടിയതാണ് എന്നാണ്. പക്ഷേ ആ അറിയിക്കുന്ന രീതിയിലുള്ള ഒരു പരിഗണന ആ കേസിന് നൽകിയില്ല എന്നാണ് പറയുന്നത്. ആദ്യത്തെ 2 ദിവസങ്ങളിലും ഈ പ്രതി ദേവദാസ് ഈ ഹോട്ടലിന് സമീപ പ്രദേശങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്നു. മുക്കത്തെ പല ആളുകളുമായി സംസാരിക്കുകയും ഈ പെൺകുട്ടിക്കെതിരെ അപവാദ പ്രചരണം നടത്തുകയും ചെയ്തുവെന്നും കുടുംബം പറയുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ കുടുംബം ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത് വിടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആ കുട്ടി മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ക്യാമറ ഓണായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് യാദൃച്ഛികമായി ആ ദൃശ്യങ്ങൾ വീഡിയോയിൽ ലഭിച്ചതും ഒപ്പം ആ കുട്ടിയുടെ ദയനീയമായ നിലവിളിയും അങ്കിൾ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്ന ഈ ദേവദാസിന്റെ ശബ്ദവും ഒക്കെ ജനങ്ങൾ കേട്ടതാണ്. എന്തായാലും ആ വീഡിയോ ദൃശ്യം പുറത്തു വന്നതോടുകൂടിയാണ് പോലീസിന്റെ മേൽ സമ്മർദ്ദം ശക്തമായത്. വിവിധ സംഘടനകൾ മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വനിതാ കമ്മീഷൻ സ്വമേധയാ ആ കേസെടുത്ത് റൂറൽ SPയോട് വിശദീകരണം തേടുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി. എന്തായാലും വലിയ സാമൂഹ്യ സമ്മർദ്ദം ഈ കേസിൽ പോലീസിന്റെ ഭാഗത്തേക്ക് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നത്. കുന്നംകുളത്ത് വെച്ചാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. അവിടെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മുക്കം പോലീസ് നൽകിയ വിവരമനുസരിച്ച് കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് മുക്കം പോലീസിന് കൈമാറുകയും ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രതിയുമായി പോലീസ് സംഘം രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം റൂറൽ SP അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണെന്നും അറിയാൻ കഴിയുന്നു. പക്ഷേ കേസിലെ മറ്റ് 2 പ്രതികളായ റിയാസ്, സുരേഷ് എന്നീ ഹോട്ടൽ ജീവനക്കാരെ ഇനിയും കസ്റ്റഡി എടുത്തിട്ടില്ല. ഇവരടക്കം ഉള്ള സംഘം 3 പേർ എന്തിനാണ് അർദ്ധരാത്രിയിൽ ഈ യുവതി താമസിക്കുന്ന ഇടത്തേക്ക് പോയത് എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമാവുന്നത്. ഒരുപക്ഷെ ഈ യുവതിയെ ആദ്യം ഒരു പിതൃസഹജമായ വാത്സല്യങ്ങളൊക്കെ പ്രകടിപ്പിച്ച ആൾ പിന്നീട് തന്റെ ഇംഗിതത്തിന് വഴങ്ങണമെന്ന രീതിയിലുള്ള വാട്സാപ്പ് മെസ്സേജുകളും മറ്റും അയക്കുകയും നേരിട്ട് കാണുമ്പോൾ ഇക്കാര്യം ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ തനിക്ക് ഇത്തരത്തിൽ ഒരു തരത്തിലും താങ്കളെ ഇങ്ങനെ കരുതാൻ കഴിയില്ല എന്ന് പെൺകുട്ടി തുറന്നു പറയുകയും ഇയാളുടെ ഭാര്യയോട് ഇക്കാര്യം അറിയിക്കുകയും ചെയ്യുമെന്ന് വ്യക്തമാക്കി. ഇതേ തുടർന്നൊരു ഭീഷണി രീതിയിലുള്ള സന്ദേശങ്ങളൊക്കെയാണ് പിന്നീട് അയച്ചത്. അതിന്റെ കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് കുടുംബം പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഭാര്യയോട് ഇക്കാര്യം പറയുമെന്ന് അറിയിച്ചപ്പോൾ ഭീഷണിപ്പെടുത്താൻ ആണ്, അല്ലെങ്കിൽ ആളെ അപായപ്പെടുത്താനായിരിക്കാം ഈ അസമയത്ത് ഈ താമസ സ്ഥലത്തേക്ക് എത്തിയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മറ്റ് 2 യുവതികൾ കൂടി ഈ
ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരും ഈ പീഡന ശ്രമത്തിനിരയായ യുവതിയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. പക്ഷേ അന്ന് അവർ യാദൃശ്യമെന്നോണം ആ താമസ സ്ഥലത്ത് ഉണ്ടായിരുന്നുമില്ല. ആ സമയത്താണ് ഇവർ എത്തിയത്. ഒപ്പം ഈ മുഖവും മറ്റുമൊക്കെ വായി മൂടിക്കിട്ടുന്നതിനുള്ള ടേപ്പുകൾ അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഈ പ്രതികളുടെ കൈവശം ഉണ്ടായിരുന്നുവെന്നും പറയുന്നു. അതുകൊണ്ട് എന്താണ് ഈ പ്രതികളുടെ ഉദ്ദേശം എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. കൊലപാതക ശ്രമമാണോ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും മാറ്റി പാർപ്പിക്കാനായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ കുടുംബത്തിന് സംശയമുണ്ട്. എന്തായാലും വലിയ സമ്മർദ്ദത്തിന് പിന്നാലെ തന്നെയാണ് ഈ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം മറ്റ് അനുബന്ധ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നീളുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം 2 ജീവനക്കാർ കൂടി പിടിയിലാവാനുണ്ട്. അവരിൽ നിന്നും നിർണായകമായ വിവരങ്ങളും പോലീസിന് ലഭിക്കാനുണ്ട്. ശ്രീജ, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. FIR-ൽ തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തി, തുടക്കം മുതൽ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണം നിലനിന്ന സാഹചര്യത്തിലാണ് കുടുംബം ഇന്നലെ ആ വീഡിയോ പുറത്തുവിട്ടത്. ആ ആരോപണങ്ങളൊക്കെ കൂടുതൽ ശക്തമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്.